ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് അവർക്കും സ്വാഗതം. ചൊവ്വയുടെ രാശിമാറ്റത്തെ പറ്റി ഞാൻ പറയുന്നത്, ചൊവ്വ 1200 ആണ്ട് കർക്കിടക മാസം 12-ാം തീയതി, അതായത് ജൂലൈ 26-ാം തീയതി രാത്രി 8 മണിയോടുകൂടി ചൊവ്വയുടെ രാശിമാറ്റം, അതായത് ഇതുവരെ ചിങ്ങ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലാതെ ചിങ്ങക്കൂറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വ കന്നിക്കൂറായിട്ടുള്ള കന്നി രാശിയിലേക്ക് മാറുകയാണ്. കന്നി രാശിയിലേക്ക് മാറി ചിങ്ങമാസം 29-ാം തീയതി വരെ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നത്. അതായത് കന്നിമാസം 12 കർക്കിടക മാസം 12-ാം തീയതി മാറി ചിങ്ങം 29 വരെ നിൽക്കുന്നുണ്ട്. അതായത് 42 ദിവസം. ജൂലൈ 28-ന് മാറുന്നത് ചൊവ്വ അവിടെ തന്നെ ഏകദേശം 42 ദിവസം നിൽക്കുമ്പോൾ ഓരോ കൂറുകാർക്കും അനുകൂല സ്ഥാനമുള്ള കൂറുകാർക്ക് മാത്രമേ പറയുന്നുള്ളൂ. അതായത് ചൊവ്വ ആർക്കൊക്കെ അനുകൂലപരമായിട്ടുണ്ടോ ആ കൂറുകാർക്കാണ് പ്രത്യേകിച്ച് പറയുന്നത്. മേടക്കൂറുകാർക്ക് അനുകൂല സ്ഥാനമാണ്, 6-ാം ഭാവമാണ് മേടക്കൂറ്. അപ്പോൾ അനുകൂല സ്ഥാനമാണ്. മേടക്കൂറിന്റെ നാദം കൂടിയാണ് ചൊവ്വ, അതായത് മേടരാശിയുടെ അധിപനാണ് ചൊവ്വ. അപ്പോൾ 6-ാം ഭാവമായിട്ടുള്ള തസ്കരാരാതി വിഘ്നാതി വ്യാധ്യച്ച തനുഷതി അങ്ങനെ പറയുന്ന സ്ഥാനം കൊണ്ട്, തസ്കരം പറഞ്ഞ കള്ളന്മാരും ആരാധി പറഞ്ഞ ശത്രുക്കളും വിഘ്നങ്ങൾ പറഞ്ഞ തടസ്സങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാനത്തിനൊക്കെ ഉണർവുണ്ടാവും. ശത്രുക്കളിൽ നിന്നും ജൈവം ഉണ്ടാവും, കള്ളന്മാരിൽ നിന്ന് ഉപദ്രവങ്ങളില്ലാതിരിക്കും. അതുപോലെ തന്നെ തടസ്സങ്ങളെല്ലാം മാറി വരുവാനുള്ള സാധ്യതയുണ്ട്. രോഗങ്ങളിൽ നിന്ന് മോചനം നേടുവാനുള്ള സാധ്യതയുണ്ട്. രക്തദോഷ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധ്യതയുണ്ട്. രക്തദോഷ സംബന്ധമായിട്ടുള്ള ചികിത്സ ചെയ്യുന്നവർക്കെല്ലാം അതെല്ലാം പരിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഭൂമി കാരകനും കൂടിയാണ് ചൊവ്വ. അപ്പോൾ കാരകത്വം കൊണ്ട് നോക്കുമ്പോൾ ഭൂമി സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർ തൊഴിൽ ചെയ്യുന്നവരും മിക്ക ആൾക്കാരും ഭൂമി സംബന്ധമായിട്ട് മണ്ണ് സംബന്ധമായിട്ടും പ്രവർത്തിക്കുന്ന ഭവന നിർമ്മാണം, കൺസ്ട്രക്ഷൻ വർക്കുകൾ, അങ്ങനെയുള്ള റോഡ് പണികളടക്കം ഈ ഭൂമി സംബന്ധമായിട്ടുള്ളതാണ്. ഭൂമിയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതായത് ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാവിധ വർക്ക് ചെയ്യുന്നവർക്കും ഗുണപരമായിട്ടുള്ള അനുകൂലപരമായിട്ടുള്ള സമയമാണ്. അതായത് ചൊവ്വ അനുകൂല ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്രസരിപ്പുണ്ടാവും. അതായത് കാരകത്വം പറയുമ്പോൾ ധൈര്യത്തിൻ്റെ കാരകനാണ്, ആരോഗ്യത്തിൻ്റെ കാരകനാണ്, അതുപോലെ തന്നെ തൻ്റെ ഇടത്തിൻ്റെ കാരകനാണ്, നിയമത്തിൻ്റെ കാരകനാണ്, സേനാധിപതിയാണ് ആൾ, സേനാധിപത്യം വഹിക്കുന്ന ആളാണ്. അപ്പോൾ സേനാധിപത്യം വഹിക്കുന്ന ജവാന്മാർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാവർക്കും അനുകൂലപരമായിട്ടുള്ള നീക്കങ്ങളും നടപടികളും അതുപോലെ നേതൃത്വം വഹിക്കാനുള്ള കഴിവുകളും ആശയങ്ങളും ഉണ്ടാകും എന്ന് തന്നെ പറയാം. പുതിയ പുതിയ നിയമക്കുരുക്കളെല്ലാം അഴിച്ചു വരുവാനുള്ള സാധ്യതകളും ഉണ്ടാവും. നിയമം പഠിച്ചവർ, അതായത് നല്ല നല്ല പുതിയ പോയിന്റുകളെല്ലാം കിട്ടി കേസുകളെല്ലാം വളരെ ഈസി ആയിട്ട്, അതായത് വളരെ സിമ്പിളായിട്ട് ജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവും എന്ന് പറയുന്നത്. അതുപോലെ ഭൂമി തർക്കങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ കുറേ കാലമായി കേസ് വഴക്കുകൾ നടക്കുകയാണെങ്കിൽ അതും പരിഹരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഒത്തുതീർപ്പാകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത്. ഭൂമി സംബന്ധമായിട്ട് നമുക്ക് എല്ലാവിധ അനുകൂല സ്ഥാനങ്ങളും അതുപോലെ തന്നെ സഹോദര കാരകത്വം കൂടിയാണ്. ആ സഹോദര കാരകത്തിനുള്ള കാരണം സഹോദര ബന്ധങ്ങൾ, അതുപോലെ തന്നെ സ്നേഹിതന്മാർ എങ്ങനെയുള്ളവരുടെ അവരുടെ പിന്തുണയും എല്ലാ കാര്യത്തിലും ഉണ്ടാവും എന്നാണ് മേടക്കൂറുകാർക്ക് പറയുന്നത്. മേടക്കൂറുകാർക്ക് വളരെ അനുകൂലപരമായിട്ടുള്ളതാണ്. അടുത്തതായിട്ട് 3-ാം ഭാവമാണ്. 3-ാം ഭാവം എന്ന് പറയുമ്പോൾ കർക്കിടകൂറുകാർക്കാണ്. കർക്കിടകൂറുകാർക്ക് 3-ാം ഭാവത്തിൽ കാരഗ്രഹമായിട്ടുള്ള കാരഗ്രഹം എന്ന് പറഞ്ഞാൽ ചൊവ്വ 3-ാം ഭാവത്തിന്റെ കാരകത്വമാണ്. ധൈര്യം, വീര്യം, ചതുർബുദ്ധി, സഹോദരപ്രധാനം, ദശകര സഹായം എന്ന് പറഞ്ഞിരിക്കുന്ന കാരകത്വത്തിന്റെ 3-ാം ഭാവത്തിന്റെ കാരകത്വത്തിന് കാരകമാണ്. ആ കാരകത്തിന്റെ കാരകത്വം നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ ആ ഭാവത്തിന് ഗുണമേന്മയുണ്ടാവും. ഞാൻ പറഞ്ഞിരിക്കുന്ന സഹായസ്ഥാനം, ഹെൽപ്ഫുള്ള സ്ഥാനം, സഹായികളുടെ ഇഷ്ടംമാരുള്ള സഹകരണങ്ങൾ, അതായത് പണം കൊണ്ടല്ല, അവരുടെ കായിക ബലം കൊണ്ടുള്ളതും അവരെ കൊണ്ടാകുന്ന പ്രയത്നങ്ങൾ കൊണ്ട് ഞങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റും. അതുപോലെ സേനാധിപത്യം വഹിക്കുന്ന എല്ലാവർക്കും വളരെ ധൈര്യപൂർവ്വം ഏത് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഏത് നേതൃത്വങ്ങളും ഏറ്റെടുത്ത് നല്ല പോലെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. നിയമക്കുരുക്കുകൾ പെട്ടുകിടക്കുന്ന ഒരുപാട് കേസുകൾ പുറത്തു കൊണ്ടുവരാനുള്ള പോലീസുകാർക്ക് നല്ല ബുദ്ധിയുണ്ടാവും. അതിന് പോലീസുകാരിൽ മേലാധിപത്യം വഹിക്കുന്ന മേലുദ്യോഗസ്ഥം വഹിക്കുന്നവർക്കെല്ലാം വളരെ ഉചിതപരമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥന്മാരുടെ കീഴിൽ ജോലി എടുക്കുന്നവരെല്ലാം ഉദ്യോഗസ്ഥന്മാർ പറയുന്ന അനുസരിച്ച് വളരെ വൃത്തിയായി ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജവാന്മാർക്ക്, പട്ടാളക്കാർക്ക്, നാവികസേന, വ്യോമസേന, കരസേന എന്നിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം നല്ല ഉണർവുള്ള സമയമാണ്. നല്ല ധീരത്വം പ്രകടിപ്പിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ അവർക്ക് അംഗീകാരം കിട്ടുവാനുള്ള സന്നദ്ധതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മധൈര്യം വളരെ കൂടുതലാണ്. എന്ത് റിസ്ക് പിടിച്ച കാര്യങ്ങളും ഏറ്റെടുത്ത് നടക്കാന്നുള്ള ഒരു ചങ്കൂറ്റം അവർക്കുണ്ടാവും. രക്തത്തിളപ്പുണ്ടാവും എന്ന് പറയുന്നത്. ഒരു
55 വയസ്സായിട്ടുള്ള ഒരാളാണെങ്കിലും ഒരു 30 വയസ്സുകാരൻ്റെ ചുരുക്കുണ്ടാവുമെന്ന് പറയുന്നത്. അത്രത്തോളം ഉഷാറായിട്ട് നിൽക്കുന്ന പറയുന്നത്, അത്രത്തോളം ഒരു ഗംഭീരപരമായിട്ടുള്ളതാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളതാണ്. ഭൂമി കാരകൻ കൂടിയാണ്. ഭൂമി സംബന്ധമായിട്ട് ഭൂസ്വത്ത് കിട്ടാനുള്ള സാധ്യതയും, ഭൂമി വിൽക്കാതെ ഒരുപാട് ബുദ്ധിമുട്ടാണെങ്കിൽ അത് വിൽക്കാനുള്ള സാധ്യതകളും, ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അത് വാങ്ങിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഭൂമി സംബന്ധമായിട്ട് ജോലി എടുക്കുന്നവർക്കും നല്ല സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകുടുംബത്തിൽ നിയമക്കുരുക്കുകൾ വരെ നടക്കുകയാണെങ്കിൽ നിയമം അതിൽ നിന്നും അഴിഞ്ഞു വരുവാനുള്ള സാധ്യത, നിയമോപദേശത്തിന് സഹായം ചെയ്തു വരാനുള്ള ആൾക്കാരും ഉണ്ടാവും. അതായത് ഉദാഹരണത്തിന് വക്കീൽമാരെന്നെ നമുക്ക് സഹായത്തിനെത്തുന്ന പറയുന്നത്. വിചാരിക്കാതെ നമ്മൾ സഹായത്തിനായിട്ട് ചിലപ്പോൾ അഡ്വക്കേറ്റ് ആയിരിക്കും ചിലപ്പോൾ നമ്മളുടെ അപ്രതീക്ഷിതപരമായിട്ട് എത്തുന്നത്. ചില ജാമ്യത്തിലിറങ്ങാനോ അല്ലെങ്കിൽ കേസ് തെളിയിക്കാനോ അല്ലെങ്കിൽ നിയമോപദേശങ്ങൾ തേടുവാനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾക്ക് വക്കീലന്മാരെയോ അതേപോലെ നിയമോപദേശന്മാരെയോ സന്ദർശിക്കേണ്ട ഒരു സമയം കൂടി ഈ സമയത്ത് വന്ന് ചേരുന്ന പറയുന്നത്. നല്ലതിന് വേണ്ടി, ദോഷത്തിന് വേണ്ടി നല്ലതിന് വേണ്ടി ഉണ്ടാവും എന്ന് പറയുന്നത്. ഇനിയുള്ളത് 11ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വയാണ്. 11ാം ഭാവം ഏകാദശ ഭാവമാണ്, സർവ്വ ഐശ്വര്യത്തിൻ്റെ ഭാവമാണ്. അവിടെയും ഏത് ഗ്രഹങ്ങൾ വന്നാലും ഗുണാധിക്യമാണ്. അതിലിപ്പോൾ ചൊവ്വ വരുന്ന കാരം ഞാൻ നേരത്തെ പറഞ്ഞ കാരകത്വം കൊണ്ട് ഭൂമികാരകത്വം, സഹോദര കാരകത്വം, രക്തകാരകത്വം, സേനാധിപത്യ കാരകത്വം, അങ്ങനെയുള്ള എല്ലാവിധ ഗുണങ്ങളും വൃശ്ചികക്കൂറുകാർക്കും അനുകൂലപരമായിട്ടുണ്ട്. വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ സമയം സുഖമില്ലാത്തൊരു സമയം കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഇവരുടെ അനുകൂല ഭാവം ഇവർക്ക് കുറച്ചുകൂടി അനുഗ്രഹമായി തന്നെ വരുന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ വൃശ്ചികക്കൂറുകാർക്കും വളരെ ഗുണപരമായിട്ടുള്ളൊരു മാറ്റമാണ് ചൊവ്വയുടെ രാശി മാറ്റത്തിൽ വരുന്നത്. അത് കാരണം ഭൂമി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുവാനുണ്ടെങ്കിൽ അതെല്ലാം വിൽക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വാങ്ങിക്കാനാണെങ്കിൽ അതിനും സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളിൽ സഹായം ലഭിക്കാൻ ഉള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. കൂട്ട് ബിസിനസ്സും കൂട്ട് കച്ചവടങ്ങൾക്കും നല്ല സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ നല്ല കച്ചവടങ്ങളിലും മറ്റ് ഷെയറുകളുണ്ടെങ്കിൽ അതും ധൈര്യപൂർവ്വം നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിയമോപദേശം തേടുന്ന വഴിയിലും അത് നമ്മുടെ നേതൃത്വം വഹിക്കാനുള്ള സാധ്യതയുണ്ട്. അഡ്വക്കേറ്റുമാർക്കും അതുപോലെ നിയമോപദേശം തേടുന്ന സേനാധിപത്യന്മാർക്കും വളരെ ഉഗ്രപരമായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. നിറയെ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന നിയമത്തിൽപ്പെട്ടിരിക്കുന്ന വക്കീലന്മാരായാലും പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും ജവാന്മാരാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവ് തെളിയിക്കാൻ പറ്റിയ ഈ ഭാവത്തിൽ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരു സമയമാണ്. അതുപോലെ രക്തസമ്മർദ്ദം അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം നേടുവാനും അതിൽ നിന്ന് കുറച്ച് ഒരു ആയാസം കിട്ടുവാനും അല്ലെങ്കിൽ നമുക്ക് ആശ്വാസം കിട്ടുവാനുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ ധനലാഭം മറ്റുള്ള കാര്യങ്ങളെല്ലാം ഭൂമി സംബന്ധമായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന കാരകത്വം വഹിച്ചിട്ടുള്ള ആ ഭാഗത്ത് നിന്ന് നമുക്ക് വരുമാന മാർഗം നിറയെ കിട്ടുവാനുള്ള സാധ്യത. ഭൂമി സംബന്ധമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർ, ഭൂമി കച്ചവടം നടത്തുന്നവർ തന്നെ പറയാം, അങ്ങനെയുള്ളവർക്കെല്ലാം ഇതിൽ നിന്നുള്ള വരുമാനങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ചെറിയവർക്കാണെങ്കിൽ ചെറിയ ലെവലിൽ, വലിയവർക്കാണെങ്കിൽ വലിയ ലെവലിൽ കോപ്പറേറ്റീവ് സംബന്ധമായിട്ടുള്ള ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ നല്ല കണ്ണായ സ്ഥലങ്ങളിൽ വാങ്ങിക്കൊടുക്കുന്ന കാരണം അവർക്ക് ലക്ഷങ്ങളുടെയും കോടികളുടെയും വരുമാന മാർഗം ഏറ്റൻ്റെ ലെവലിലായി പ്രവർത്തിക്കുന്നവർക്ക് കിട്ടുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് പുറത്തു വരയ്ക്കും 11ാം ഭാവത്തിലുള്ള ചൊവ്വ 42 ദിവസം അനുകൂല ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അത് നല്ല ഉപകാരപരമായിട്ട് തന്നെ ഭവിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. നമസ്കാരം.